അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. ഇതിൽ 15 കുട്ടികൾ ഉൾപ്പെടുന്നു. 850ഓളം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിക്കുന്നു. കാണാതായവർക്ക് ഉള്ള തെരച്ചിലും തുടരുന്നുണ്ട്. വേനൽക്കാല ക്യാമ്പിൽ നിന്ന് 27ഓളം കുട്ടികളെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടല്ലോ. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഐസൺ? സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഔദ്യോഗികമായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിശോധിക്കുമ്പോൾ 43 പേർ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ ഇനിയും വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 23-ൽ നിന്ന് 20 പേർ കൂടുതൽ മരണപ്പെട്ടതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവരിൽ 15 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ ഒരു സത്യം എന്നതും മറ്റൊരു വസ്തുതയാണ്. മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നലെ 20ഓളം കുട്ടികളെ നേരത്തെ വിനോദ് സൂചിപ്പിച്ച സമ്മർ ക്യാമ്പിൽ നിന്നും കാണാതായിരുന്നു. ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന, അതായത് ടെക്സസിലെ ഗുദലോപ്പെ നദിയുടെ പരിസരത്തുണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലുള്ള ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 700ഓളം കുട്ടികളിൽ 20 പേരെ കാണാതായി എന്നാണ് ഇന്നലെ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ ഇന്നത് 20-ലേറെ പേർ, അതായത് 29ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ ഇത്തരത്തിൽ കാണാതായവരുടെ എണ്ണവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകളും ഓരോന്നോരോന്നായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ആ വേളയിൽ ഒരു അവധി ദിവസത്തിൽ നിരവധി പേർ ആ പ്രദേശത്ത് എത്തിയിരുന്നു. നമുക്ക് നേരത്തെ എല്ലാം അറിയുന്നത് പോലെ ടെക്സസിലെ ഈ പ്രദേശം ഒരു മലമ്പ്രദേശമാണ്, ഉയർന്ന പ്രദേശമാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടേക്ക് നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു. അവരുടെ കണക്കുകളെല്ലാം തന്നെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു അപായമുണ്ടായ ഒരു സാഹചര്യമായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നദിയിലെ ജലനിരപ്പ് ഒറ്റയടിക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ 30ഓളം അടി ഉയരുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ അത് 25 അടി 26 അടിയൊക്കെ ഉയർന്നപ്പോൾ തന്നെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ പ്രദേശത്തെല്ലാം തന്നെ വൻതോതിൽ വെള്ളം കയറുകയും ചെയ്തു. കെട്ടിടങ്ങൾ മുങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. വലിയ രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. വൻതോതിലുണ്ടായ ഈ പ്രളയത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ മുങ്ങുകയും അതിൽ നിന്ന് നിരവധി പേർക്ക് ഈ ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുന്നു. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പാട്രിക് ഡാൻ ഉൾപ്പെടെ കാര്യമായ അമേരിക്കയിലെ ടെക്സസിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. മരണസംഖ്യ ഏറുകയാണ്. മരണം 50-ന് മുകളിൽ എത്തിയിരിക്കുന്നു. നിരവധി കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.